ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ശകലം പെപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഞാനൊരു 2-2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം കുക്കറിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിന് കുക്കറിലോട്ട് നമുക്ക് ആദ്യം ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ ഇതിലോട്ടങ്ങ് ഇടുകയാണ്. അതിലോട്ടൊരു 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണം വെളുത്തുള്ളി. ഇതിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണം. ചെറിയ സ്പൂൺ ഒരു 2 സ്പൂൺ ഇടുകയാണ്. പെപ്പർ പൗഡർ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കാം. ഇതിന് അധികം നമ്മൾ വെള്ളം ചേർക്കണ്ട. കുക്കർ വെക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇത് ഇറങ്ങിക്കോളും. നമ്മളതൊന്ന് ബോയിൽ ചെയ്യാൻ പോകണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. 1 വിസിൽ അടിച്ചാൽ മതി. 1 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പെപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ബോയിൽ ചെയ്തെടുത്തു. ഇനിയിപ്പം നമ്മൾ ഉരുളി വെക്കുകയാണ്. ഉരുളി വെച്ചിട്ട് അതിലോട്ട് നമ്മളൊരു 3-4 സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇട്ട് സോട്ട് ചെയ്യും. നമ്മളിതിന് വേണ്ടി ഞാനൊരു 4 സവോള എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്. ഇത് ഈ സൈസ് ഇതുപോലെ ഇങ്ങനെ പച്ചമുളകിൻ്റെ ഈ സൈസാണ്, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിന് ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചപ്പൊന്ന് ജസ്റ്റ് ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളകും സവോളയും ഇട്ട് കൊടുക്കാം. ഇതൊട്ടിച്ചിടാൻ കുഴപ്പമൊന്നുമില്ല. സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഇട്ടുന്ന ശകലം തോട്ടായ ശേഷമാണ് പച്ചമുളക് ഇടുന്നത്. എണ്ണ ഒന്നിച്ചിട്ടതും കുഴപ്പമൊന്നുമില്ല. സവാള അത്യാവശ്യം തോട്ടാകാൻ വേണ്ടി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. നമ്മൾ മറ്റേ ചിക്കൻ്റെ അത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇതൊരു പകുതി സോട്ടായിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളി ഇത് അത്യാവശ്യം സോട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി പയറൊന്ന് കുറച്ചിട്ടിട്ട് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണ് മുളക് പൊടി, ഒരു 3/4 സ്പൂണോളം ചിക്കൻ മസാല, ഒരു 2 സ്പൂൺ ഫ്രഷ് പെപ്പറാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ പെപ്പർ പൗഡറല്ല, ഫ്രഷ് ചെയ്ത ഫ്രഷ് പെപ്പറോട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി അത് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ 1 നാരങ്ങയുടെ നീര്, ഒരു നാരങ്ങയുടെ നീരോടെ ഒഴിച്ച്
ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യാൻ പോകും. ഇത് നമ്മളൊരു വിസിലോളം കുക്കർ വെച്ച് അടിച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം അത് കുക്ക്ഡാണ്. ഞാനിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, നമുക്കിനി നോക്കിയിട്ട് വേണം ചേർക്കാൻ. അത് നമ്മൾ ബോയിൽ ചെയ്തപ്പം നമ്മൾ അത്യാവശ്യം ഉപ്പ് ചേർത്താണ് ബോയിൽ ചെയ്തത്. നമ്മൾ ഈ ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ കുക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് കണ്ടില്ലേ, ഇത്രയും വെള്ളം ചിക്കനിൽ നിറഞ്ഞ വെള്ളമാണ്, ചിക്കൻ്റെ സ്റ്റോക്കാണ്. നമ്മളിനിപ്പോൾ ഇത് ആ സ്റ്റോക്ക് ഒഴിച്ചാണ് ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആവശ്യത്തിന് ആ സ്റ്റോക്ക് കൂടെ ശകലം ചേർത്ത് കുക്ക് ചെയ്യും. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഡ്രൈ എന്നുള്ളതായി മാറിപ്പോവും. സ്റ്റോക്ക് മൊത്തം ചേർക്കുകയാണെങ്കിൽ ശകലം ഒരു ഗ്രേവിയായിട്ടൊരു രീതി കിട്ടും. അതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റോളം മതി. നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കാം. ഒരു ശകലം സ്റ്റോക്ക് കൂടി ഒഴിച്ച് കൊടുക്കണം. ഇത് അത്യാവശ്യം ഒരു ശകലം സ്പൈസി ഉള്ളതാണ്. ഞാൻ വലിയ സ്പൈസി ഇട്ടില്ല, ശകലം കുറച്ച് ഇട്ടിരിക്കുന്നത്. ശകലം കൂടെ കൂട്ടി വേണ്ട. സ്പൈസി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് പെപ്പർ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ സ്പൈസി കൂടി കിട്ടുന്നതാണ്. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ പെപ്പർ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശകലം മല്ലിയില കൂടെ തൂവിട്ട് ഓഫ് ചെയ്യാവുന്നതാണ്.